മാനസികാരോഗ്യവും യോഗയും എന്ന വിഷയത്തിലാണ് ഈ എപ്പിസോഡ്. കുറച്ച് നീളമുള്ളൊരു എപ്പിസോഡാവാൻ സാധ്യതയുണ്ട്. യോഗയും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി, അല്ലെങ്കിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട മാനസിക രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട യോഗയുടെ ഉപയോഗ്യത എത്രമാത്രം ഗുണം ചെയ്യുന്നുണ്ട് എന്നതിനെപ്പറ്റി നിലവിൽ പുറത്തു വന്നിട്ടുള്ള പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചില വിവരങ്ങളാണ് പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ 2005 ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ അധികം എഴുത്തുകൾ, വളരെയധികം പ്രത്യേകിച്ചും ഓൺലൈൻ പോർട്ടലുകളിലും പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളുടെ പഠനങ്ങളായിട്ടുമൊക്കെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിലൊക്കെ യോഗയെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് അത്തരത്തിൽ ഗുണകരമാണോ, എന്താണ് നിലവിലുള്ള പഠനങ്ങൾ നമ്മളോട് അതിനെപ്പറ്റി പറയുന്നത് എന്നാണ് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. അതും പ്രസിദ്ധീകരിക്കപ്പെട്ട മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത് നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പഠനങ്ങളെ ഒരു പ്രത്യേക വിഷയത്തിൽ വന്നിട്ടുള്ള ഏതാണ്ട് പരിശോധിക്കാൻ സാധ്യമായ ലഭ്യമായ എല്ലാ പഠനങ്ങളെയും ഒരുമിച്ചെടുത്ത് പഠിക്കുന്ന രീതിയാണ് ഈ മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ മെറ്റാ അനാലിസിസുകളുടെ അടിസ്ഥാനത്തിലുള്ള യോഗയെ പറ്റിയുള്ള കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് അത്തരം ഇൻസൈറ്റുകൾ എന്ന് അറിയാനാണ് ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ സൈക്കോളജി എന്ന വിഷയത്തിലെ ഗവേഷണം പലപ്പോഴും ഈ മറ്റ് ശാസ്ത്ര മേഖലകളെ അപേക്ഷിച്ച്, ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ പോലെയുള്ള ശാസ്ത്രശാഖകളെ അപേക്ഷിച്ച് പലപ്പോഴും പലതരത്തിലുള്ള ബയാസുകൾക്ക് വിധേയമാണ് എന്നുള്ള ഒരു ആരോപണം കൂടെ വരുന്നത് കൊണ്ട് അത്തരത്തിൽ ഗവേഷണം എന്തൊക്കെയാണ് നിലവിലുള്ള അറിവുകൾ എന്നത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട എല്ലാ തരം പഠനങ്ങളിലും നിരന്തരം അന്വേഷിക്കേണ്ടിയിരിക്കേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള, അല്ലെങ്കിൽ തുടക്കത്തിൽ പറയാനുള്ള ഒരു കാര്യം, ഇന്ത്യയിൽ നിന്നും പുറത്തു വരുന്ന, യോഗയെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും പുറത്തു വരുന്ന റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ പഠനങ്ങൾ, RCT എന്ന് പറയുന്നത് പലപ്പോഴും ഈ ചികിത്സാ രീതികളുടെയും മരുന്നുകളുടെയും ഒക്കെ ഇഫക്റ്റീവ്നെസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഇന്ത്യയിൽ നിന്നും പുറത്തു വരുന്ന റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലുകൾ ഇന്ത്യക്ക് പുറത്തു നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്നവയെ അപേക്ഷിച്ച് ഗുണഫലങ്ങൾ കാണിക്കാൻ ഏതാണ്ട് 25 ഇരട്ടി സാധ്യതയുണ്ട് എന്നാണ് 2015 പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ പേപ്പർ, കണ്ടംപററി ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്ന ഒരു ജേണലിലാണ്, എൽസെവിയറിൻ്റെ ഒരു ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പഠനമാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നടത്തപ്പെട്ട ഒരു പരീക്ഷണമാണ് എങ്കിൽ അത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ഇന്ത്യക്ക് പുറത്ത് നിൽക്കുന്ന പഠനങ്ങളെ അപേക്ഷിച്ച് 25% 25 ഇരട്ടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പഠനങ്ങളിലും പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ, അതായത് ഇപ്പോൾ യോഗ ഒരു ബിസിനസ് കൂടിയാണ്. യോഗയുടെ അത്തരത്തിലുള്ളൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് സൈഡിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ ഫണ്ടിങ്ങോടെ നടക്കുന്ന ഗവേഷണം ഒക്കെ ചിലപ്പോഴെങ്കിലും അത് അത്തരത്തിൽ ഉള്ള ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ വെളിപ്പെടുത്താതെയൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിട്ട് കാണാറുമുണ്ട്. അതും ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ നിലവിൽ യോഗയുമായിട്ട് ബന്ധപ്പെട്ട മെറ്റാ അനാലിസിസ് പഠനങ്ങൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മാനസികാരോഗ്യവും മാനസിക രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ വിഷയങ്ങളിലാണ്, എന്തൊക്കെ തെളിവുകളാണുള്ളതെന്നാണ് പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്കിസോഫ്രീനിയ, അങ്ങനെയുള്ള കുറേയേറെ വിഷയങ്ങൾ ഓരോന്നായിട്ട് ഉള്ള തെളിവുകളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനം ഒരുപക്ഷെ ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഡിപ്രഷൻ ഉള്ള ആളുകൾക്ക് യോഗ ചെയ്താൽ കിട്ടാവുന്ന ഗുണം എന്നതിനെ പറ്റിയൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, പലപ്പോഴും പാസീവ് കൺട്രോളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത, മറ്റൊരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരു കൂട്ടം ആൾക്കാരും യോഗ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് ചില പോസിറ്റീവ് ഇഫക്റ്റുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴും ഈ പാസീവ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് എല്ലാ തരം ചികിത്സാ രീതികൾക്കും ഒരുപക്ഷെ അത്തരം ഇഫക്റ്റുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ പരിഗണിക്കണം. ഉദാഹരണത്തിന്, യോഗയ്ക്ക് കിട്ടിയിട്ടുള്ള തരത്തിലുള്ള അതേ തരം മെറ്റാ അനാലിസിസ് റിസൾട്ടുകൾ ലാവൻഡർ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന, ലാവൻഡർ എന്ന് പറയുന്നത് അറിയാമല്ലോ, ലാവൻഡർ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചുള്ള അരോമ തെറാപ്പി, ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പി, മ്യൂസിക് തെറാപ്പി, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് സാധാരണ ഫിസിക്കൽ ആക്ടിവിറ്റി, ഇവയ്ക്കൊക്കെയും കിട്ടുന്ന അതേ ഗുണം തന്നെയാണ് യോഗയ്ക്കും കിട്ടിയിട്ടുള്ളത് എന്നാണ് ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്നിട്ടുള്ള മെറ്റാ അനാലിസിസ് പഠനങ്ങൾ നമ്മൾ കാണിക്കുന്നത്. അതുപോലെ
ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പിയാണ് ഒരു പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇഫക്റ്റീവായ ഒരു തെറാപ്പി എന്ന തരത്തിൽ ഈ പറഞ്ഞ മറ്റ് പല ഇതിൻ്റെയും കൂട്ടത്തിൽ ഡിപ്രഷൻ്റെ ഒരു നല്ല തെറാപ്പി എന്ന തരത്തിൽ മുന്നോട്ട് വന്നിട്ട് പോകുന്ന ഒരു പക്ഷേ ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി രീതി കൂടിയാണ്. അപ്പോൾ അതുപോലെ പിന്നെ സിസ്റ്റമാറ്റിക് റിവ്യൂകൾ, പലതരത്തിലുള്ള സിസ്റ്റമാറ്റിക് റിവ്യൂകളുടെ ഒരു പഠനം 2019 പുറത്തു വന്നതിൽ അതിനകത്ത് അവർ ഒരുപാട് പിന്നെ കോംപ്ലിമെൻ്ററി ഓൾട്ടർനേറ്റീവ് തെറാപ്പികളെ പരീക്ഷിച്ചിരുന്നു. അതായത് ഡിപ്രഷനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പലതരം കോംപ്ലിമെൻ്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിനുകളുടെ കൂട്ടത്തിൽ അക്യുപങ്ക്ചർ, യോഗ, ഡാൻസ് തെറാപ്പി, മ്യൂസിക് തെറാപ്പി, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇൻ്റർവെൻഷനുകൾ, തായ്ചി, പിന്നെ ചൈനീസ് പച്ചമരുന്നുകൾ, അതുപോലെ സെയിൻറ്റ് ജോൺസ് വാട്ടർ എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, അമേരിക്കയിലൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ് ഡിപ്രഷനും ആൻറ്റി ഡിപ്രസൻ്റായിട്ടും ഒക്കെ, മരുന്നായിട്ടല്ല അല്ലാതെ. അപ്പോൾ അതിനകത്ത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്നെസ് കണ്ടത് ഈ പറഞ്ഞ സെയിൻറ്റ് ജോൺസ് വാട്ടർ എന്ന് പറയുന്ന ചെടിക്കാണ്. അതിൻ്റെ ഇലകളും മറ്റുമൊക്കെ പിന്നെ ഹെൽത്ത് സപ്ലിമെൻ്റായിട്ടും കഴിക്കാറുണ്ട് ആളുകൾ. അപ്പോൾ സെയിൻറ്റ് ജോൺസ് വാട്ടറിനാണ് ഏറ്റവും കുറവ് ദോഷഫലങ്ങളുള്ളതായിട്ടും കണ്ടത്. അപ്പോൾ അതുപോലെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പിയും ഒരുപക്ഷെ മരുന്നുകളോളം തന്നെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അവയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യോഗയുടെ കാര്യത്തിൽ പബ്ലിക്കേഷൻ ബയാസിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ബയാസിൻ്റെ സാധ്യത കൂടുതലാണെന്ന് കൂടി ആ പഠനത്തിൽ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഡിപ്രഷനെ സംബന്ധിച്ച് നിലവിലുള്ള അവസ്ഥ. അതേസമയം ഒരുപക്ഷെ നമ്മൾ ഒരു ഈ ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡിപ്രഷന് ഏറ്റവും മികച്ച പ്രതിരോധം എന്ന നിലയിലൊക്കെ യോഗയെ അവതരിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ കാണാൻ കഴിയും. അത് പലപ്പോഴും വളരെ റെസ്പെക്റ്റബിളായ, ഇപ്പോൾ ന്യൂയോർക്ക് പോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള റെസ്പെക്റ്റബിളായ എന്ന് നമുക്ക് തോന്നുന്ന തരം പോർട്ടലുകളിലും ഒക്കെ അത്തരം വാർത്തകൾ വരാറുണ്ട്. പലപ്പോഴും അതിനകത്തെ പ്രശ്നം ഈ അതിൻ്റെ ഹെഡിങ് വിട്ട് നമ്മൾ അകത്തേക്ക് വായിച്ച് നോക്കിയാൽ പലപ്പോഴും ജോഗിങ് പോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികളുടെ കൂട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ തരത്തിലൊക്കെയാണ് യോഗ അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഹെഡ്ലൈനിലുള്ളപ്പോഴും അതൊന്നും പറയണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു പക്ഷേ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെറ്റാ അനാലിസിസുകൾ നിലവിൽ പറയുന്നത് മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റികളെ പോലെ തന്നെ ഒരുപക്ഷെ ഗുണം ചെയ്തേക്കാം. അതിനപ്പുറം മരുന്ന് എന്ന തരം അല്ലെങ്കിൽ ചികിത്സ എന്ന തരത്തിൽ ഉപയോഗിക്കാൻ മാത്രമുള്ള ഇഫക്റ്റീവ്നെസ്സിനെ പറ്റിയുള്ള അത്തരം പഠനങ്ങൾ മെറ്റാ അനാലിസിസുകൾ വഴി ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ആങ്സൈറ്റി ഡിസോർഡറുകളുണ്ട് പലതരം. ആങ്സൈറ്റി ഡിസോർഡറുകളുടെ കാര്യത്തിൽ ഉള്ള മെറ്റാ അനാലിസിസുകൾ പറയുന്നത് പിന്നെ DSM എന്ന് പറയുന്ന, DSM ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയാണ്. DSM ക്രൈറ്റീരിയ ഉപയോഗിച്ച് പിന്നെ ഡയഗ്നോസ് ചെയ്യപ്പെട്ട ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെ കാര്യത്തിൽ യോഗയ്ക്ക് കൃത്യമായ എന്തെങ്കിലും ഗുണവശമുള്ളതായിട്ട് കൺക്ലൂസീവായ എവിഡൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മെറ്റാ അനാലിസിസുകൾ പറയുന്നത്. മറ്റൊന്ന് സ്കീസോഫ്രീനിയയാണ്. സ്കീസോഫ്രീനിയയുടെ കാര്യത്തിൽ സ്കീസോഫ്രീനിയ ഉള്ള ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യത്തിൽ മോഡറേറ്റ് എവിഡൻസ്, അതും കുറഞ്ഞ കാലത്തേക്ക് മോഡറേറ്റ് എവിഡൻസ് ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേ പഠനത്തിൽ തന്നെ അവർ പറയുന്ന വളരെ പ്രധാന 2013 വന്ന ഒരു പഠനമാണ്. അത് വളരെ കൃത്യമായിട്ട് ഒരു റൂട്ടീൻ ഇൻ്റർവെൻഷൻ എന്ന തരത്തിൽ, അതായത് മരുന്നുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന പോലെ റൂട്ടീൻ ഇൻ്റർവെൻഷൻ എന്ന തരത്തിലേക്ക് യോഗയെ ഉപയോഗിക്കാൻ പറ്റിയ ഏതെങ്കിലും തെളിവുകൾ ഇല്ല എന്നാണ് ആ പഠനത്തിൽ പറയുന്നത്. മറ്റൊന്ന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD എന്ന് പറയുന്ന അസുഖത്തിൻ്റെ കാര്യത്തിലാണ്. PTSDയുടെ കാര്യത്തിൽ 2018 ഏറ്റവും അവസാനത്തെ ഒരു മെറ്റാ അനാലിസിസ് പുറത്തു വന്നത്. ആ പഠനവും സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റായ എന്തെങ്കിലും ഗുണങ്ങൾ പിന്നെ PTSDയുടെ കാര്യത്തിൽ യോഗയ്ക്കുള്ളതായിട്ട് കണ്ടെത്താൻ ആ പഠനത്തിലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് മറ്റ് ചികിത്സാ രീതികളുടെയൊക്കെ കൂടെ ഒരു അഡ്ജങ്ക്റ്റീവ് ഇൻ്റർവെൻഷനായിട്ട് ഉപയോഗിച്ചേക്കാം എന്നുള്ള ഒരു പിന്നെ റെക്കമെൻഡേഷൻ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ മരുന്നായിട്ടോ PTSDയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർവെൻഷൻ എന്ന തരത്തിലേക്കൊന്നും യോഗയെ അവതരിപ്പിക്കാൻ മാത്രമുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നാണ് PTSDയുടെ കാര്യത്തിൽ പറയുന്നത്. ഇനി മറ്റ് ചില രോഗങ്ങളുള്ള ആളുകളിൽ വരുന്ന ഡിപ്രസീവ് സിംറ്റങ്ങൾക്ക് പിന്നെ യോഗ ഒരുപക്ഷെ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പകരമായിട്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് പോലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പകരമായിട്ട് ഒരു പക്ഷേ ഉപയോഗിച്ചേക്കാം എന്ന തരത്തിലാണ് അത്തരം വിഷയങ്ങളിലുള്ള ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് ഈ മാനസികാരോഗ്യം കൂട്ടാൻ, അതായത് പ്രത്യേകിച്ച് രോഗമൊന്നുമുള്ള അവസ്ഥയിൽ രോഗം മാറ്റാനായിട്ടല്ല, മറിച്ച്
മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട്, മാനസികാരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, നമുക്ക് സന്തോഷമായിരിക്കാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥയെ കൂടിയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്നുകൊണ്ട് അല്ലെങ്കിൽ മാനസികാരോഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ യോഗ എത്രമാത്രം ഗുണം ചെയ്യുന്നതിന് 2017 പുറത്തു വന്ന ഒരു മെറ്റാ അനാലിസിസ് ഉണ്ട്. അത് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യോഗയ്ക്ക് പ്രത്യേകിച്ച് മെച്ചങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്നുവെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ത് ഗുണമാണോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാനായിട്ട് തരുന്നത്, അതിലും കൂടിയ എന്തെങ്കിലും മെച്ചം യോഗയ്ക്ക് തരാൻ കഴിയുന്നതായിട്ട് തെളിവുകളില്ല എന്നുള്ളതാണ് ആ പഠനം മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന് പിന്നെ ഫിസിക്കൽ എക്സർസൈസായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ പിന്നെ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ തെറാപ്പി പോലെയുള്ളവ ഉപയോഗിക്കുന്ന അതേ ഇഫക്റ്റ് തന്നെ യോഗയ്ക്ക്, പ്രത്യേകിച്ചും ലോ ബാക്ക് പെയിൻ, ഈ പുറം വേദന മാറ്റുന്ന കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് എക്സസൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്ത് ഇഫക്റ്റാണോ അതേ ഇഫക്റ്റ് തന്നെ യോഗയ്ക്കും ഉണ്ടാകാം എന്നാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പുതിയ പിന്നെ ഗുണങ്ങളോ മെച്ചങ്ങളോ അത്തരം വിഷയങ്ങളിലുള്ളതായിട്ടും ഈ പഠനങ്ങൾ പറയുന്നില്ല. പിന്നെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിക്ലൈനുകൾ, അതായത് വാർദ്ധക്യം മൂലം തലച്ചോറിൽ ഉണ്ടാകുന്ന ക്ഷയം ഉണ്ടല്ലോ, തലച്ചോറിൻ്റെ തലച്ചോറിൻ്റെ ക്ഷമതകളിലുണ്ടാകുന്ന കുറവ്, അത്തരം ന്യൂറോ ഡീജനറേറ്റീവ് ഡിക്ലൈനുകളിൽ ഒരുപക്ഷേ യോഗ മറ്റ് ഇൻ്റർവെൻഷനുകളുടെ കൂടെ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കാം എന്ന തരത്തിലുള്ള ചില തെളിവുകൾ വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അതൊന്നും കൺക്ലൂസീവായിട്ട് ഉള്ള എവിഡൻസ് ആയിട്ട് ഇത്തരം റിവ്യൂകളിൽ പറയുന്നുമില്ല, മറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ചും യോഗയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പഠനങ്ങളുടെ ഒരു പ്രധാന ന്യൂനതയായിട്ട് പലപ്പോഴും കാണിക്കപ്പെടുന്നത് അതിൻ്റെ അഡ്വേഴ്സ് സൈഡ് എഫക്റ്റുകൾ, പ്രധാനമായും ശരീരത്തിന് ഉണ്ടാകാവുന്ന പലതരം ക്ഷതങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ കാര്യമായിട്ട് ഇപ്പോഴും അങ്ങനെ പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പഠനങ്ങളും കൂടെ കാര്യമായിട്ട് വന്നാൽ മാത്രമേ ഏതെങ്കിലും ഗുണമാണോ ദോഷമാണോ കൂടുതലും തരത്തിലേക്കുള്ള അറിവുകൾ കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിലുള്ള ഗവേഷണത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഒറ്റ വാക്കിൽ മാനസികാരോഗ്യ മേഖലയിലെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് അത് രോഗങ്ങൾ കുറയ്ക്കുന്നതിലായിക്കോട്ടെ, അല്ലെങ്കിൽ രോഗങ്ങളുടെ ചികിത്സയുടെ ഭാഗമായി ഉപയോഗിക്കുന്നതിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതായിക്കൊള്ളട്ടെ, നിലവിലുള്ള തെളിവുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇൻകൺക്ലൂസീവ് എന്നാണ് പറയാൻ പറ്റുക. എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായി വിശ്വസനീയമായ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ മാത്രമുള്ള തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് വേണം മെറ്റാ അനാലിസിസുകളുടെ ഒരു പഠനത്തിൽ നിന്ന് പറയാൻ, മെറ്റാ അനാലിസിസുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ. അതുപോലെ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെയുള്ള പലതരത്തിലുള്ള മെത്തഡോളജിക്കൽ ഇഷ്യൂസ്, ബയാസ് പോലെയുള്ള പ്രശ്നങ്ങളുടെ, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോലുള്ള പ്രശ്നങ്ങളുടെ ഒരു സാധ്യത നിലവിലുള്ള ഗവേഷണത്തിൽ പലപ്പോഴും ഈ തരം മെറ്റാനാലിസിസുകളിലേക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ചേർക്കാൻ പറ്റാതെ പോകുന്നത് ഇത്തരത്തിലുള്ള ബയാസിൻ്റെ റിസ്ക് കൂടുതലൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കൂടുതൽ മെച്ചപ്പെട്ട പഠനങ്ങൾ വരാത്തിടത്തോളം നമ്മൾ നിലവിലൊരു പക്ഷേ കാണുന്ന അത്ര ഈ സർവ്വരോഗ സംഹാരി എന്ന നിലയിലേക്കൊക്കെ യോഗയെ അവസാനിപ്പിക്കുന്നതിനകത്തുള്ള ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സയൻസിൻ്റെ രീതി വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇപ്പം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും നമുക്ക് ചുറ്റുമുള്ള ലോകവുമൊക്കെ പലപ്പോഴും പിന്നെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പരിഹാരം എന്ന തരത്തിലേക്കൊക്കെ യോഗയെ അവതരിപ്പിക്കുന്ന രീതി കാണാറുണ്ട്. അത് അത്തരം കാര്യങ്ങളിൽ അത്തരം വാർത്തകളെ അല്ലെങ്കിൽ അത്തരം പിന്നെ അത്തരത്തിൽ കാണുന്ന തലക്കെട്ടുകളെ അതേപോലെ നമ്മൾ വിശ്വസിക്കുന്നതിന് മുൻപ് കുറച്ചും കൂടെ ശാസ്ത്രത്തിൻ്റെ രീതി ഉപയോഗിച്ചുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ അതിനെയൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കൂടെ പറഞ്ഞു വെച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നന്ദി.